Hi, welcome back. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്റർ 10 മിനിറ്റിനുള്ളിൽ റിവൈസ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകൾ, ഇമ്പോർട്ടന്റ് ഫോർമുലാസ് എല്ലാം 10 മിനിറ്റിനുള്ളിൽ റിവൈസ് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിട്ട് മാറും ഇത്. സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിന്റ് കിടക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് ദി ടെസ്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് W/Q0. ഇതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. Potential difference between 2 points. It is the work done to move the test charge from one point into another point in an electric field. ഓർക്കണം, VA minus VB കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ VA minus VB is equal to WAB/Q0. തിരിച്ച് VB minus VA ആണെങ്കിൽ WBA/Q0. യൂണിറ്റ് വോൾട്ട് തന്നെയാണ്. ഇനി വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും, വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ ചാർജ് ബിറ്റ്വീൻ 2 points in an external field W is equal to Q delta V. Q എന്ന് പറയുന്നത് അവിടെ നമ്മൾ എടുക്കുന്ന ചാർജ്, മൂവ് ചെയ്യിക്കുന്ന ചാർജ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ആ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടുത്തെ ഡെൽറ്റ വി എന്ന് പറയുന്നത്. എടാ, പൊട്ടൻഷ്യൽ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ 1/4πε0 Q/R ആണ്. എടാ, ഇത് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലിസൺ V പ്രൊപ്പോർഷണൽ ടു 1/R. അതുകൊണ്ട് VR ഗ്രാഫിന്റെ ഷേപ്പ് കറക്റ്റ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എടാ, പൊട്ടൻഷ്യൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ V is equal to V1 plus V2 plus V3 etc. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ വെക്ടർ സൈൻ ഇടണമായിരുന്നു, വെക്ടർ അഡീഷൻ എടുക്കണമായിരുന്നു. പൊട്ടൻഷ്യലിന്റെ കേസിൽ വെക്ടറിന്റെ ആവശ്യമില്ല. V equal to V1 plus V2 plus V3 etc. അങ്ങനെ കൊടുക്കാം. ഒരു ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ V is equal to 1/4πε0 P cos theta by R square. ഇതാണ് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. എടാ, ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആറിനും ഡൈപോൾ മൊമെന്റും ഇടയിലുള്ള ആംഗിൾ ആണ്. ആക്സിയൽ ലൈനിലാണെങ്കിൽ തീറ്റ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് പൊട്ടൻഷ്യൽ 1/4πε0 P/R² ആയിരിക്കും. ഇക്വറ്റോറിയൽ പോയിന്റിൽ എടുക്കുന്ന സമയത്ത് തീറ്റ വാല്യൂ 90 ആയിരിക്കും. പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇക്വറ്റോറിയൽ പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആണ്. എന്നാൽ ഇക്വറ്റോറിയൽ പോയിന്റിലെ ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല, അത് Kp/R³ ആണ്. അപ്പോൾ ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പോയിന്റ് ഒരു പ്രത്യേകത ഉണ്ട്. ഹിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ബട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അത് അറിയണം. ഇനി പൊട്ടൻഷ്യൽ എനർജിന്റെ പ്രത്യേകത, അതിനു മുമ്പ് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിൽ റിലേഷൻ ഉണ്ട്. E is equal to -dV/dr. That is, we can say electric field is the negative gradient of electric potential. ഇവിടെ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതാണ് നെഗറ്റീവ് സൈന്റെ മീനിങ്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ട് ചാർജ് ആണെങ്കിൽ we can write potential energy is equal to 1/4πε0 Q1 Q2/R². അതല്ല, 3 സിസ്റ്റം ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ എക്സ്പ്രഷൻ ആണ് 1/4πε0 Q1 Q2/R12 Q1 Q3/R13 പ്ലസ് Q2 Q3/R23. ഒരു ചാർജിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി Q × V of R ആണ്. ഒരു സിംഗിൾ ചാർജ് ആണെങ്കിൽ. രണ്ട് ചാർജ് ആണെങ്കിൽ Q1 × V of R1 പ്ലസ് Q2 × V of R2 പ്ലസ് Q1 Q2 അല്ലെങ്കിൽ Q1 Q2/R12. ഇതാണ് 2 സിസ്റ്റം ഓഫ് ചാർജ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുപോയി വെച്ചാൽ അതിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അപ്പൊ ചോദ്യം, എടാ, ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് ഇവിടെ നമ്മൾ ഈ ചാർജിന് അസംബിൾ ചെയ്തിട്ടുള്ളത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പോഴാണ് Q1 V of R1 പ്ലസ് Q2 V of R2 പ്ലസ് Q1 Q2/R12 എന്നുള്ള എക്സ്പ്രഷൻ വരിക. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ Q1 Q2/R12 എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ മാത്രം മതി നമുക്ക്. എടാ, അടുത്ത കേസ്, ഒരു ചാർജ് കണ്ടക്ടർ ആണെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് σ/ε0 ആണ്. ഓൺ ദി സർഫസ് ഓഫ് കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് is equal to σ/ε0. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കേസാണ്, ഒരു ഇലക്ട്രിക് ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡ് തിരിക്കാൻ ആവശ്യമുള്ള വർക്ക് W is equal to PE cos θ1 minus cos θ2 work done to turn the dipole in a uniform electric field. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് an electric dipole in an external electric field U is equal to -PE cos θ അല്ലെങ്കിൽ -P.E. എടാ, തീറ്റ 0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി -PE ആയിരിക്കും. അത് നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നാണ്. തീറ്റ 90 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. തീറ്റ 180 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി +PE ആകും. അത് നമ്മൾ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് തിരിക്കാൻ ആവശ്യമുള്ള വർക്ക്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് 0യും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ W is equal to PE cos 0 minus cos 180, that is 2PE ആയിരിക്കും എക്സ്പ്രഷൻ. ഓക്കെടാ, നെക്സ്റ്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നമുക്കറിയാം,
ഇക്വിപോട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എനി സർഫസ് ദാറ്റ് ഹാവ് സെയിം പൊട്ടൻഷ്യൽ ഇൻ എവറി പോയിന്റ് ഓൺ ഇറ്റ്. ഇതാ ഇക്വിപോട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപോട്ടൻഷ്യൽ സർഫസ്. ഫസ്റ്റ് പോയിന്റ്, work done to move a test charge through an equipotential surface is equal to 0. അറിയണം, ഇലക്ട്രിക് ഫീൽഡ് എല്ലാ സമയത്തും ഇക്വിപോട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇക്വിപോട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമുള്ള വർക്ക് 0 ആയിരിക്കും. സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ ഇക്വിപോട്ടൻഷ്യൽ സർഫസ് അടുത്ത് കിടക്കുന്നുണ്ടാവും. വീക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇക്വിപോട്ടൻഷ്യൽ സർഫസ് അകന്ന് കിടക്കുന്നുണ്ടാകും. പോയിന്റ് ചാർജിന്റെ ഇനി നമുക്ക് വേണ്ടത് ഷേപ്പ് ഓഫ് ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ആണ്. പോയിന്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇക്വിപോട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് സ്പെറിക്കൽ ആണ്. ഇനി ലൈൻ ഓഫ് ചാർജ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇക്വിപോട്ടൻഷ്യൽ സർഫസ് പ്ലാനാർ ആണ്. പ്ലാനാർ ഷേപ്പിലുള്ള ഇക്വിപോട്ടൻഷ്യൽ സർഫസ് ആണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ടാവുക. അത് നമ്മൾ ഓർക്കണം. എടാ പോളറൈസേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ കൈ ഇൻറ്റു ഇ എന്ന് എഴുതാം. കൈ ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി ആണ്. ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി. ഇനി നമ്മൾ കപ്പാസിറ്ററിലോട്ട് കടന്നാൽ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ C = Q/V. ഇവിടെ നമ്മൾ ഓർക്കണം, കപ്പാസിറ്റൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് ചാർജിനെയും പൊട്ടൻഷ്യലിനുമാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. എന്നാൽ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ജോമെട്രീനെ, മീഡിയത്തിനെ, ജോമെട്രി എന്ന് പറഞ്ഞാൽ റേഡിയസ്, ഏരിയ, ലെങ്ത്, അപ്പോൾ അത്തരം ആളുകളെയും ഒപ്പം തന്നെ മീഡിയത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഡയമെൻഷനെയും മീഡിയത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ε0 A/d ആണ്. A പ്ലേറ്റ് ഏരിയ ആണ്. D ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ആണ്. എഫക്ട് ഓഫ് ഡയലക്ട്രിക്, മുഴുവൻ സ്ഥലത്തും നമ്മൾ ഡയലക്ട്രിക് ഫിൽ ചെയ്താൽ കപ്പാസിറ്റൻസ് K ടൈംസ് കൂടും. ഇവിടുന്ന് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ കപ്പാസിറ്റൻസ് C/C0. C മീൻസ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് ഡയലക്ട്രിക്. C0 മീൻസ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്തൗട്ട് ഡയലക്ട്രിക്. ഓക്കെ, C/C0 എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ, capacitance of parallel plate capacitor with a dielectric slab having thickness T. Parallel plate capacitorന്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് നിങ്ങൾ ഫിൽ ചെയ്തു. ആ ഡയലക്ട്രിക്കിന്റെ thickness T ആണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ആണ് ε0 A/d - T + T/K. ഇതിൽ K എന്ന് പറയുന്നത് ആ ഡയലക്ട്രിക്കിന്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ്, കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ കണ്ടക്ടിങ് സ്ലാബ്. എടാ കണ്ടക്ടിങ് സ്ലാബ് ആണെങ്കിൽ കണ്ടക്ടിങ് സ്ലാബിന്റെ പ്രത്യേകത അവരുടെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ പണിയാണ്, ഈ കേക്ക് പകരം ഇൻഫിനിറ്റി കൊടുക്കുക. ഇവിടെ T/∞ വരും, അത് 0 ആണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ε0 A/d - T. ദിസ് ഇസ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ കണ്ടക്ടിങ് സ്ലാബ്. അത് നമുക്ക് കിട്ടി. എടാ അടുത്ത കേസ്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത എനർജി ½ CV ആണ്. അതിന് വേണമെങ്കിൽ Q²/2C എന്ന് എഴുതാം, ½ QV എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നോക്ക്, വർക്ക് ഡൺ ബൈ ദി സെൽ QV ആണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ½ QV ആണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അതായത് 50% ആണ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത്. 50% വേസ്റ്റ് ആയിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് അറിയാം, അതിന്റെ റേഷ്യോ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ഫോഴ്സ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നോക്കണം. ഒരു കപ്പാസിറ്റർ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ആണുള്ളത്. അതിനിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് F = ½ ε0 E²A. ½ ε0 E²A. ഇതിൽ ½ ε0 E² എന്ന് പറയുന്നത് ആ കപ്പാസിറ്ററിലെ എനർജി ഡെൻസിറ്റി ആണ്. ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും നമ്മൾ റിലേഷൻ ഉണ്ട്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി = 1 + സസെപ്റ്റിബിലിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി εr = 1 + സസെപ്റ്റിബിലിറ്റി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എടാ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. നോക്കി, കപ്പാസിറ്റേഴ്സിന് സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നോക്കി, നിങ്ങളുടെ കയ്യിൽ 2 കപ്പാസിറ്റർ ഉണ്ട്, C1 C2, 2 കപ്പാസിറ്റർ. ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് CS = C1 C2 / C1 + C2 ആണ്. ഓക്കെടാ, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൊട്ടൻഷ്യൽ ഇത് പൊട്ടൻഷ്യൽ V1 ആണ് അല്ലെ. ഈ V1 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മുമ്പ് റിലേഷൻ C2 / C1 + C2 × V. ഇതാണ് V1. ഇനി അതല്ല, ഈ V2 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ V2 = അപ്പുറത്തെ കപ്പാസിറ്റൻസ് C1 / C1 + C2 × V. ഇതാണ് V2 പറയുന്നത്. ഇനി കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തതെങ്കിൽ ഒരു സംശയമില്ല, പാരലൽ കോമ്പിനേഷനിൽ വി ക്യാൻ റൈറ്റ് CP = C1 + C2 ഇങ്ങനെ എഴുതാൻ പറ്റൂല. എടാ ഒരു കാര്യം കൂടെ, നമ്മളെ കയ്യിൽ അത് പറയാൻ വിട്ടുപോയതാണ്. ഒരു സ്പിയർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സ്പിയറിന്റെ റേഡിയസ് R ആണെങ്കിൽ ഈ സ്പിയർ അതിന്റെ ഔട്ട്സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, ഔട്ട്സൈഡിൽ R ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ KQ / ആയിരിക്കും. ഈ സ്പിയർ അതിന്റെ സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ KQ / ആണ്. ഈ സ്പിയർ അതിന്റെ ഇൻസൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ KQ / ആണ്. അപ്പൊ നോക്ക്, ഈ സ്പിയർ ഇൻസൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ KQ/R, സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന KQ/R, ഔട്ട്സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന KQ / നോക്കി, ഈ ഒരു റീജിയൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരുന്നു, എന്നാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 അല്ല. അപ്പൊ നമുക്ക് പറയാം, ഈസ് ദർ എനി പോയിന്റ് വെർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0 ബട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ദാ ഈ സ്പിയറിനകത്ത്
ഓക്കേടാ. ഇനി ഇതിന്റെ ഒരു ഗ്രാഫ് നമ്മളെടുത്ത് വരയ്ക്കാൻ പറഞ്ഞാൽ ആ ഗ്രാഫിന്റെ ഷേപ്പ് കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ആർ ഗ്രാഫ് ആണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് ദാ ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റും. ഇതാണ് ഈ ഗ്രാഫിന്റെ ഷേപ്പ്. എടാ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നമുക്ക് നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഫോർമുലാസ്, ഇക്വേഷൻസ്. ഇപ്പൊ ഈ 2 ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ഹോൾ ചാപ്റ്ററിലുള്ള ഇക്വേഷൻസും ഫോർമുലാസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.